അടിവസ്ത്രം കാണിച്ചു എന്ന് പറഞ്ഞവർ ഈ പണി അടിവസ്ത്രം കാണിക്കാൻ വന്ന പണി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലാതിരിക്കുന്നത് ശരിയല്ല. ഒരു MLA ഇപ്പൊ അകത്ത് കിടന്നിട്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ MLA UDFന്റെ എല്ലാ MLA-മാരും അങ്ങനാണോ വ്യാഖ്യാനിക്കുന്നത്? നേരത്തെ പറഞ്ഞു കോർട്ട് മോണിറ്റേർഡ് പ്രോബാണ്, അപ്പോൾ കോടതിയോട് ചോദിക്കണം എന്ന്. ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ജഡ്ജിമാർ ഓരോരോ സന്ദർഭങ്ങളിൽ അവർക്ക് തോന്നിയ അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ വിമർശിച്ചാൽ അത് തോന്നിയ അഭിപ്രായം, വിമർശിക്കുന്നില്ലെങ്കിൽ കൊള്ളാം ഗംഭീരം എല്ലാം കോടതി നോക്കിക്കോളും. ഇത് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണല്ലോ. നിങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാചകമേള നടത്തുക എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ശബരിമലയിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ചിത്രം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ബാധ്യത, ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനില്ലേ? അല്ല അഭിലാഷ, എനിക്ക് തിരിച്ചങ്ങോട്ടാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മോണിറ്റർ ചെയ്യുന്ന അവർ നേരിട്ട് ചുമതലപ്പെടുത്തിയ ഏജൻസി നടത്തുന്ന അന്വേഷണ സംഘത്തോട് വിവരങ്ങൾ ആരായാൻ അവരെ വിളിച്ചു വരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? അതിനാണ് മറുപടി പറയേണ്ടത്. രണ്ട്, ഇവിടെ ഇപ്പോൾ ശ്യാം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ബില്ല് മാറുന്നതുൾപ്പെടെ നിങ്ങളത് പ്രിയദർശൻ തമ്പിയോട് ചോദിച്ചാൽ മതി. അറിഞ്ഞുകൂടാതെ വർത്തമാനം പറയരുത്. നിയമങ്ങൾ എന്താണെന്നറിയണം. ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രി, അതല്ലേ നമ്മൾ ദേവസ്വം മന്ത്രി എന്നാണ് വെപ്പ്. പക്ഷെ ദേവസ്വം ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ, ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവകാശമില്ല. എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞ എത്ര പേർക്കറിയാം? അവർക്ക് പങ്കെടുക്കാൻ പോലും, ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോലും അവകാശമില്ല. പിന്നെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാർ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കൊള്ളാം. ഞങ്ങൾ അന്നും പറഞ്ഞ നിലപാട്, ഈ അന്വേഷണത്തിൽ ഇടപെടുന്ന പ്രശ്നമേ ഇല്ല, ഞങ്ങൾ ഇടപെടുകയില്ല. എന്നിട്ട് അതിൽ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയപ്പോൾ അതിനെതിരായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് വളരെ വിശ്വസ്തരായിട്ടുള്ള കഴിവുള്ളവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അവർ അവരുടെ വിധിയിൽ കൃത്യമായി പറഞ്ഞു. ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ തരത്തിലുള്ള വർത്തമാനം നടത്തരുത് എന്നും ഭംഗ്യന്തരേണ പ്രതിപക്ഷ നേതാവിനെ ഉന്നം വെച്ച് പറയുകയുണ്ടായി. കടകംപള്ളിയെ സംബന്ധിച്ച്, കടകംപള്ളിയല്ല ആരായിരുന്നാലും നൗഷാദ് ഉണ്ടായാലും അത് CPM-ന്റെ നിലപാട്, ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആരാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവർ ശിക്ഷിക്കപ്പെടണം. പിന്നെ ഓരോരുത്തർ ചെയ്യപ്പെടുമ്പോഴും പാർട്ടിയെ അത്തരത്തിൽ, അതിനാണ് ഞാൻ നേരത്തെ ചോദിച്ച ഒരു MLA ഇപ്പം അകത്ത് കിടന്നിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ UDFന്റെ എല്ലാ MLA-മാരും അങ്ങനാണോ വ്യാഖ്യാനിക്കുന്നത്? ആ തലത്തിലേക്ക് പോകണ്ട. ഇപ്പം കടകംപള്ളിയെ അവർ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, നിങ്ങൾ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണോ? ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് അവർക്ക് കൃത്യമായി വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ഹൈക്കോടതിക്ക്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ എന്തുകൊണ്ടാണ് ഇവിടെ പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് കുറ്റപത്രം കുറ്റപത്രം കൊടുത്താൽ മതിയോ? തട്ടിക്കൂട്ടി ഒരു കുറ്റപത്രം കൊടുത്താൽ വളരെ സങ്കീർണമായ ഒരു വിഷയം, വളരെ നമ്മൾ പറഞ്ഞ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് നടന്നു എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തട്ടിക്കൂട്ടി അവിടുന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരു ചാർജ് ഷീറ്റ് കൊടുത്താൽ മാത്രം മതിയോ? അതിൻ്റെ ഡെപ്തിലേക്ക് പോകണം. ആ കൃത്യമായി കുറ്റമറ്റ അന്വേഷണമാണ് വേണ്ടത്. ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തു പോകാനൊന്നും രാജ്യം വിട്ട് പോകാനൊന്നും കഴിയത്തില്ലല്ലോ. നാളെ ആയാലും കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അതിൽ കൃത്യത മുഴുവൻ പേരും ഇതിൻ്റെ പേരിൽ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. ഇതിൽ കണ്ണികളായിട്ടുള്ള മുഴുവൻ കണ്ണികളും ചേർത്തുകൊണ്ട് തന്നെ കൃത്യമായ ചാർജ് ഷീറ്റ് ഉണ്ടാകണം. സാങ്കേതിക അർത്ഥത്തിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതല്ല സർക്കാരിന്റെ നിലപാട്. ഒരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഓരോ സമയത്ത് ഓരോ ജഡ്ജിമാർക്ക് തോന്നുന്ന അഭിപ്രായം പറയുന്നുള്ളതല്ല, അവരുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നതർത്ഥല്ല. അതേസമയം ജഡ്ജ്മെന്റ് പറഞ്ഞതിനെ സംബന്ധിച്ച് വായിൽ തോന്നിയത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. അഭിലാഷം, ഞാൻ അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രതിപക്ഷ ഈ വേലത്തരം എല്ലാം കാണിക്കുന്നത്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ്. ഇത് രണ്ടും ബഡ്ജറ്റ് ചർച്ചയിൽ നിന്നും അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരായി സ്വാഭാവികമായിട്ടും പറയേണ്ടി വരും. അങ്ങനെ പറയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല.
കേന്ദ്ര ബഡ്ജറ്റിനെതിരായി വർത്തമാനം പറയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. 2, ഈ ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിനെ എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. 3, ഈ കേസ് കൃത്യമായി സഭയിൽ ചർച്ച ചെയ്താൽ പൊള്ളും. ഇതെല്ലാം ഒഴിവാക്കാനുള്ളൊരു മാർഗം ഞാൻ പറയും, ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ജനങ്ങളുടെ ഈ മുഴുവൻ പേരുടെ വിശ്വാസികളുടെ മാത്രമല്ലല്ലോ അവിശ്വാസികളെയും ബാധിക്കുന്ന പ്രശ്നമാണല്ലോ ബഡ്ജറ്റ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ, ഒരു ദിവസത്തെ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ, വളരെ ബോധപൂർവ്വം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ തരത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കേറി കാണിച്ചതിനെ കുറിച്ച് അത്രയും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ നിലവിൽ പ്രതിഷേധമൊക്കെ ആകാം. ഞാൻ പറയുകയാണ്, ഇപ്പം ശിവൻകുട്ടി പണ്ട് ഈ തരത്തിൽ അത് അവിടെ കയറിയിട്ടില്ല, നിന്ന ഫ്ലോറിലാണ്, സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയിട്ടല്ല. അതെല്ലാം ഇപ്പോഴും കാണിക്കുന്നവർ, അതിനെതിരായി വർത്തമാനം പറഞ്ഞവർ, അത് അടിവസ്ത്രം കാണിച്ചു എന്ന് പറഞ്ഞവർ, ഈ പണി അടിവസ്ത്രം കാണിക്കാൻ വന്ന പണി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലാതിരിക്കുന്നത് ശരിയല്ല എന്നുകൂടിയാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.